ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഈ വാർത്ത കാണുക, എന്നിട്ട് ലോകഭീകരന്റെ യഥാർത്ഥ മുഖവും കാണുക. റഷ്യ, ചൈന, UK, ഫ്രാൻസ് തുടങ്ങി 14 രാജ്യങ്ങൾ ഗാസയിൽ ഉടനടി നിരുപാധികവും സ്ഥിരവുമായ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ അമേരിക്ക മാത്രം അതിനെ വീറ്റോ ചെയ്തുകൊണ്ട് ഇല്ലായ്മയാക്കി. എന്തുകൊണ്ടാണ് പലരും അമേരിക്കയെ വെറുക്കുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അമേരിക്ക എവിടെയുണ്ടോ അവിടെ ഭീകരതയുമുണ്ട്. അതിനുദാഹരണം ഇറാഖിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമൊക്കെ അമേരിക്ക തിരിച്ചു പോയപ്പോൾ അവിടുത്തെയൊക്കെ പ്രശ്നങ്ങളും അവസാനിക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഈ രാജ്യങ്ങളിലെ തീവ്രവാദത്തെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്ത് കേൾക്കാറില്ല. 14 രാജ്യങ്ങൾ വോട്ട് ചെയ്തിട്ടും അവരുടെ അഭിപ്രായത്തെ ഒരൊറ്റ വോട്ട് കൊണ്ട് വെട്ടുന്ന അമേരിക്കൻ അന്യായ കൗൺസിൽ, അതല്ലെങ്കിൽ സുരക്ഷയില്ലാത്ത ഈ സമിതി പിരിച്ചുവിടേണ്ട കാലം എത്രയോ മുന്നേ കഴിഞ്ഞിരിക്കുന്നു. ആധുനികതയെക്കുറിച്ച് അലച്ചു തല്ലി കരയുന്ന പല രാജ്യങ്ങളും 1945 UN കൗൺസിൽ രൂപീകരിച്ച അന്നുണ്ടാക്കിയ അതേ കാലത്തെ നിയമം ഇപ്പോഴും തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെറും 5 പേർക്ക് മാത്രം അധികാര പരിധിയുള്ള UN സുരക്ഷാ കൗൺസിൽ എന്ന് പറഞ്ഞ ഈ സമിതിയുടെ പുറംവാതിലിൽ കുറെ പേർ കൂടിയിരിക്കുന്നതിനെയാണ് സുരക്ഷാ കൗൺസിൽ എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവരെല്ലാം ഇപ്പോൾ കൂടിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 100 പേരെ വോട്ട് ചെയ്താൽ പോലും അതിനെതിരെ ഈ 5 പവർ രാജ്യങ്ങളിൽ ഒരുത്തൻ വോട്ട് ചെയ്താൽ അത് പൊളിയുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പിന്നെ ഈ 5 പേര് സമ്മതിക്കുന്ന കാര്യങ്ങൾ മാത്രം വോട്ടിനിട്ടാൽ പോരെ. വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ. അതിനുവേണ്ടി ആരും കാത്തിരിക്കേണ്ടതുമില്ല. ഗാസയിൽ സൈനിസ്റ്റ് ഭീകരർ നടത്തുന്ന വംശഹത്യ അവസാനിപ്പിക്കാൻ ഇതിപ്പോൾ 5ാമത്തെ തവണയാണ് വോട്ടിനിടുന്നത്. 5 തവണയും അമേരിക്ക അതിനെ വീറ്റോ ചെയ്യുകയാണ് ഉണ്ടായത്. ഈ ഗാസയിലെ ഇപ്പോഴത്തെ ഈ സ്ഥിതിയെ ദുരന്തം എന്ന് വിളിക്കുകയും ഗാസയിലേക്ക് മാനുഷിക സഹായം പ്രവേശിപ്പിക്കുന്നതിനും ഐക്യരാഷ്ട്രസഭയും മാനുഷിക പങ്കാളികളും ഉൾപ്പെടെ വലിയ തോതിൽ സുരക്ഷിതമായും തടസ്സമില്ലാതെയും അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും ഉടനടി നിരുപാധികമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പ്രമേയമാണ് ഈ UN-ന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതിനെയാണ് അമേരിക്ക വീറ്റോ ചെയ്ത് ഇല്ലായ്മയാക്കിയത്. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് വംശഹത്യയുടെ ഭീകരത ആസ്വദിക്കുന്ന ഒരു രാജ്യത്തിന് മാത്രമല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഗാസയിലെ ജനങ്ങൾക്ക് തടസ്സമില്ലാതെ അല്പം ഭക്ഷണവും തണുപ്പിന് കമ്പിളിയും കൊടുക്കാൻ മാത്രമാണ് പ്രമേയത്തിലൂടെ അവർ ആവശ്യപ്പെടുന്നത്. മരിച്ചവർക്കും മരിക്കാൻ പോണവർക്കും എന്തിന് ഭക്ഷണവും കമ്പിളിയും എന്ന ഉത്ബോധമാവും അമേരിക്കയെ കൊണ്ട് ഇതിനെ വീറ്റോ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഹമാസിനെ അപലപിക്കാത്തതും ഹമാസ് നിരായുധീകരിച്ച് ഗാസ വിട്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നതുമായ ഒരു നടപടിയും അമേരിക്ക പിന്തുണയ്ക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രമേയത്തെ അസ്വീകാര്യം എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് US പ്രതിനിധി ഡൊറോത്തി ഷിയ ഇത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയത് എന്നാണ് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ബാക്ടീരിയ ഉള്ളിടത്താണ് ലോഷൻ വേണ്ടത്. ജൂത തീവ്രവാദത്തെ നേരിടാൻ വേണ്ടി മാത്രമാണ് ഹമാസ് ഉള്ളത്. ഗസയെ സംബന്ധിച്ച് അവരുടെ സംരക്ഷണം ഹമാസിന്റെ കയ്യിലാണ്. രോഗം മരുന്നിനോട് പറയുകയാണ്, മരുന്ന് കളഞ്ഞാലേ രോഗം മാറൂ എന്ന്. ഇത് കോട്ടും സൂട്ടും ഇട്ട് ഐക്യരാഷ്ട്രസഭ സമിതിയിൽ ഇരുന്നു കൊണ്ട് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നീതിയാവില്ല എന്നോർക്കണം. ഇറാഖിൽ സദ്ദാം ഹുസൈൻ അവിടുത്തെ കുർദുകളെ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അമേരിക്ക ഇടപെട്ട് ആ രാജ്യത്തെ നശിപ്പിച്ചത്. കുർദുകൾ ഇറാഖിനെതിരെ പ്രവർത്തിച്ചത് കൊണ്ടാണ് സദ്ദാമിന് ഇടപെടേണ്ടി വന്നത്. അതവരുടെ രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ടായിരുന്നു സദ്ദാം ഇടപെട്ടത്. അപ്പോൾ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നെതന്യാഹു എന്ന പ്ലാസ്റ്റിക് ഹൃദയൻ യുദ്ധം ചെയ്യുന്നത് പോലെ ഗസയുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഹമാസും യുദ്ധം ചെയ്യുന്നു എന്ന് കരുതി കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആവുകയാണ്. അമേരിക്കയ്ക്ക് നിഷ്പക്ഷ നിലപാടാണ് ഉള്ളതെങ്കിൽ ഇരുപക്ഷത്തിനും ഇടയിൽ നിന്നുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പകരം അവർ ഗസയിലെ വംശഹത്യയെ എതിർക്കുന്നവരെ ഓടിച്ചു വിട്ടാൽ മാത്രം മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കാം എന്ന് പറയുന്നതിലെ നീതി എന്താണ്? തിരിച്ച് തല്ല് കിട്ടുന്നിടത്തുനിന്നൊക്കെ നിക്കറിൽ മുള്ളി ഓടി രക്ഷപ്പെടുന്ന ദശമൂലം ദാമുവായി അമേരിക്കയെ യമനിലും അഫ്ഗാനിലുമൊക്കെ നമ്മൾ കാണുമ്പോൾ ഗസയിൽ കാരക്കുടിദാസനായി പട്ടിഷോ കാണിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ചൈനയുടെയും യൂറോപ്പിൻ്റെയും എല്ലാം മുന്നിൽ ട്രംപ് വ്യാപാര നികുതിയുമായി പോയിട്ട് അവരെല്ലാം തിരിച്ച് പണി കൊടുത്ത് ട്രംപ് തകരുകയാണ് ഉണ്ടായത്.
ഇറാന്റെ പിന്നാലെ ആണവ നിരായുധീകരണം എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അതും ഇപ്പോൾ മൂഞ്ചിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ട്രംപിനെ സംബന്ധിച്ച് ലോകത്ത് അയാൾക്കിപ്പോൾ ജയിക്കാൻ കഴിയുന്ന ഏക സ്ഥലം ഉടുതുണി പോലും ഇല്ലാതെ കഴിയുന്ന ഗസയിൽ മാത്രമാണ്. അതും കുറെ കുട്ടികളും സ്ത്രീകളും വൃദ്ധരും മാത്രമുള്ള സ്ഥലം. അവർക്ക് ഇത്തിരി ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിനാണ് ഓരോ തവണയും വീറ്റോ എന്ന പട്ടിഷോ അമേരിക്ക കാണിച്ചുകൊണ്ട് ആളാകാൻ ശ്രമിക്കുന്നത്. സത്യത്തിൽ ഇക്കാര്യത്തിൽ അമേരിക്കയെ ലോകം മുഴുവൻ പരിഹസിച്ചാണ് പകരം വീട്ടുന്നത്. ആണുങ്ങൾ തമ്മിൽ അന്തസ്സായി പോരാടണം, അതല്ലാതെ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും ഒക്കെ പട്ടിണിക്കിട്ടല്ല യുദ്ധം ജയിക്കേണ്ടതും പോരാടേണ്ടതും. ട്രംപ് അമേരിക്കയിൽ ഭരണത്തിൽ കയറിയത് തന്നെ ഗസയിലെയും ഉക്രൈനിലെയും യുദ്ധം അവസാനിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞാണ്. ഇതും പറഞ്ഞ് റഷ്യയിലേക്ക് ചെന്നപ്പോൾ ആദ്യം പുടിൻ അയാളെ ഓടിച്ചു വിടുകയാണ് ഉണ്ടായത്. പുടിനെ സംബന്ധിച്ച് ട്രംപിനെ പോലെ തന്നെ റഷ്യൻ താല്പര്യങ്ങൾ ഉക്രൈനിൽ നടപ്പിലാക്കേണ്ടതുണ്ട്. അതറിയാതെയാണ് ട്രംപ് മധ്യസ്ഥതയ്ക്ക് പുടിൻ്റെ അടുത്തേക്ക് ചെന്നത്. അയാൾ ഓടിച്ചു വിടുകയല്ലാതെ വേറെന്താണ് മാർഗം? പിന്നെ ട്രംപിന് തന്റെ വീരസ്യം കാണിക്കാനുള്ള ഏക സ്ഥലം ഗസ മാത്രമേ ഉള്ളൂ. എന്നാൽ ഗസ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് കരുതി ഗസയിൽ ചെന്ന ട്രംപ് ഈ കോഴിക്കൂട്ടിലെ കോഴികളെല്ലാം തുറന്നു വിട്ടാൽ അത് മേൽക്കൂരയും ഭിത്തിയുമുള്ള വീടായി ഉപയോഗിക്കാം എന്ന ബോധത്തിലേക്കാണ് വീണത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ കോഴിക്കൂട് കണ്ടാലും വീട് പോലെ ഇരിക്കുമല്ലോ, അപ്പോൾ അതൊന്നുകൂടെയൊക്കെ മിനുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വിറ്റ് കാശാക്കാം എന്നാണ് ട്രംപ് ചിന്തിച്ചത്. അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിലും നല്ലത് ഗസക്കാരെ പൊറുതി മുട്ടിച്ച് ഓടിച്ചാൽ അത് പിടിച്ചെടുത്ത് സ്വന്തമാക്കാം എന്നാണ് വീറ്റോ ചെയ്യുന്നതിലൂടെ അയാൾ ചിന്തിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു വീരപ്രവൃത്തിയും കൂടി ട്രംപ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ കാശ് മാത്രം തന്നാൽ മതി, ഒറ്റ ഒരുത്തനും ഇനി അമേരിക്കയിലേക്ക് കയറേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ, ഹെയ്ത്തി, ഇറാൻ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വഴി ട്രംപ് അമേരിക്കയിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെ 7 മുസ്ലിം രാജ്യങ്ങൾക്ക് അയാൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇനി അത് ഉൾപ്പെടെയാണോ എന്നറിയില്ല. ഇപ്പോൾ 12 രാജ്യങ്ങൾക്കാണ് അയാൾ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൂടാതെ ക്യൂബ, വെനിസ്വേല തുടങ്ങിയ 7 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഭാഗികമായിട്ടാണ് അയാൾ യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗികമായ വിലക്ക് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ രാജ്യങ്ങളിൽ ആരെങ്കിലും സമ്പന്നരുണ്ടെങ്കിൽ അവർക്ക് മാത്രം അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്നുള്ള ഒറ്റയെടുത്തിന് അമേരിക്കയ്ക്ക് കയറിയേക്കരുത്. ഇതായിരിക്കും അയാളുടെ ഈ ഭാഗിക വിലക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാശുള്ളവർ കൊണ്ടുപോയിട്ട് അമേരിക്കയിലേക്ക് അവരുടെ കാശ് കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ കുറച്ചു നാൾ കഴിയാം. ഇയാൾക്ക് തോന്നുമ്പോൾ വേണം പിടിച്ച് കൊളറെ പിടിച്ച് പുറത്തേക്ക് ഇടാം. ഇതാണ് അയാളുടെ ഈ ഭാഗിക വിലക്ക് എന്ന് പറയുന്നത്. ട്രംപ് കഴിഞ്ഞ തവണ വന്ന ഭരണത്തിലെ മുസ്ലിം നിരോധനത്തിൽ നിന്നും വ്യാപിച്ച ഇപ്പോഴത്തെ ഈ നിരോധനം ലോകവേദിയിൽ നമ്മളെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയേ ഉള്ളൂ എന്നാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള കോൺഗ്രസ് വനിതയായ പ്രമീള ജയപാൽ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറയുന്നത്. തീവ്രവാദ ഭീഷണിയെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തുന്നത് എന്നാണ് ട്രംപിന്റെ ന്യായം. അങ്ങനെയെങ്കിൽ 5 വർഷം മുമ്പ് അമേരിക്കയുടെ മുഴുവൻ രഹസ്യങ്ങളും ചോർത്തിയ ഇസ്രയേലാണ് ഏറ്റവും വലിയ ഭീകരൻ. മാത്രമല്ല, ഇപ്പോഴും മുസ്ലിം രാജ്യങ്ങളിൽ ഭീകരത വിതയ്ക്കുന്ന ഏക രാജ്യവും ഇസ്രയേൽ തന്നെയാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഈ ഇസ്രയേലിനല്ലേ ട്രംപ് നിരോധിക്കേണ്ടത്? അപ്പോൾ അതല്ല കാരണം. ട്രംപിന് മുസ്ലിങ്ങളുടെ പണം മാത്രം മതി, അവരെ വേണ്ട. ഇയാൾ ഇങ്ങനെ ലോകം മുഴുവൻ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈനയോടും കാനഡയോടും ഒക്കെ വ്യാപാര നികുതിയുടെ കാര്യത്തിൽ തോറ്റുപോയത് കൊണ്ട് ആ ദേഷ്യം മുഴുവൻ ട്രംപ് ഇപ്പോൾ ഇന്ത്യയോട് തീർക്കാനാണ് തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഇന്ത്യക്കെതിരെ വൻ വ്യാപാര യുദ്ധം നടത്താനാണ് ട്രംപ് പ്ലാൻ ചെയ്യുന്നത്. അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 1 രൂപ പോലും ടാക്സ് അടിക്കാതെ, അതല്ലെങ്കിൽ നികുതി ചുമത്താതെ അയാൾക്ക് ഇവിടെ ഈ സാധനങ്ങൾ മുഴുവൻ വിറ്റഴിച്ചുകൊണ്ട് ആ കാശുമായി അമേരിക്കയിലേക്ക് തിരിച്ചു പോകണം. അതിനുവേണ്ടിയാണ് അയാൾ ഇന്ത്യയുമായി ഉടക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകത്ത് ഇന്ത്യയെ പല രീതിയിലും ഇയാൾ വിമർശിക്കുകയും ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രിയെ പോലും പല ആവശ്യങ്ങൾക്കും ഇപ്പോൾ ക്ഷണിക്കുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അത് അയാൾ കരുതിക്കൂട്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ അയാളുടെ സംഘാംഗങ്ങൾ, അയാളുടെ പിന്നിൽ അണിനിരക്കുന്ന ഒരു സംഘം കരുതിക്കൂട്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ വേണ്ടി. ഈ കെണിയിൽ ഇന്ത്യ ഗവൺമെന്റ് വീഴുമോ എന്ന് നമുക്ക് വരുന്ന കാലങ്ങളിൽ കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.